പ്രൈസ് ലോർഡ്. 2025 എല്ലാവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ പരിഹസിച്ച് മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ നിറവോടെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കർത്താവ്, നല്ലൊരു പിതാവ് നമ്മൾക്കുണ്ട്. അതിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. 31 സങ്കീർത്തനം 14 വാക്യത്തിൽ ദാവീദ് വിളിച്ചു പറയുന്നു, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു, നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. പരാതികൾ പറയരുത് ദൈവത്തോട്. ആരെല്ലാം നമ്മെ മാറ്റി നിർത്തിയാലും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൽ മാത്രമേ ആശ്രയമുള്ളൂ. ദാവീദിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അങ്ങനെ ഒരു വ്യക്തി ഭവനത്തിലുണ്ടെന്ന് പറയാൻ ലജ്ജയായിരുന്നു. മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്ന് മാതാപിതാക്കൾക്ക് പറയാൻ വളരെ ലജ്ജയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവം ദാവീദിനെ ഉയർത്തി മാനിച്ചു. അവരെല്ലാവരെക്കാളും സഹോദരങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായി മാനിച്ചു പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു നിങ്ങളെ വേദനിപ്പിച്ച് നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ ഭാവി, നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കരത്തിലാണ്. താഴേക്ക് വായിക്കുമ്പോൾ എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ കാലഗതികൾ ഇരിക്കുന്നത്. എൻ്റെ ശത്രുക്കളുടെ എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തനം 31 സങ്കീർത്തനം, അത് നിങ്ങൾ വായിക്കണം സമയം കിട്ടുമ്പോൾ. നമ്മുടെ ഭാവി ദൈവ കരത്തിലാണ്. നമ്മളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നവരുടെ കരത്തിലല്ല. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ കൂടെ നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞവരുടെ കരത്തിലല്ല ദൈവമക്കളെ. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ദൈവമാണ്. നമ്മുടെ കാലഗതികൾ ദൈവത്തിൻ്റെ കരത്തിലാണ്. പാട്ടുകാരൻ പാടുന്നു, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായ് എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഈ ലോക ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. പക്ഷേ പ്രത്യാശയോടുകൂടെ ജീവിക്കണം. നമ്മൾ സങ്കടപ്പെട്ട് ജീവിക്കരുത്. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് കർത്താവിനായി ജീവിക്കുക, സമർപ്പിക്കുക, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക. ദാവീദ് ദൈവഹിതപ്രകാരം ജീവിച്ചു, ദൈവത്തോട് പറ്റിയിരുന്നു. ആരെല്ലാം മാറ്റി നിർത്തിയപ്പോഴും എൻ്റെ ദൈവം ദാവീദിനെ ചേർത്ത് പിടിച്ചു. പ്രിയ ദൈവമക്കളെ, സങ്കടപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കൽ, ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് ദൈവമാണ്. നമ്മുടെ ഭാവി ദൈവകരത്തിലാണ്. 2025 ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നമ്മുടെ ഭാവി ദൈവകരത്തിലാണ്. സങ്കടപ്പെട്ടു പോകരുത്.